ഏവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഉഷ്ണം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു ഇന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ ആണ് എന്റെ സുഹൃത്ത് ദിഗംബരൻ എനിക്കൊരു വീഡിയോ അയച്ചു തന്നത്. വളരെ വ്യത്യസ്തമായൊരു ഉള്ളടക്കം നിറഞ്ഞ വീഡിയോ ആയിരുന്നു അത്. അതിലെ ഉള്ളടക്കം ഇതാണ്: കേരളം ഒരു രാജ്യമായിരുന്നെങ്കിൽ. അതിനിടയിലുള്ള വിദഗ്ധരുടെ അഭിപ്രായം ഇതാണ്. തികച്ചും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ. വിദഗ്ധരുടെ കമന്റുകൾ കണ്ടതിന് ശേഷം ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. ഏതൊരു വിഷയം പഠിക്കുമ്പോഴും അതിൻ്റെ ചരിത്രം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് നമുക്ക് ചരിത്രത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. കേരളം ഒരു രാജ്യമാകുമ്പോൾ ഇന്ത്യയുടെ ചരിത്രം തന്നെ മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു സാങ്കല്പിക ചരിത്രമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. 1947 ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ തിരുവിതാംകൂർ, കൊച്ചി എന്നീ നാട്ടുരാജ്യങ്ങൾ സ്വതന്ത്രമായി നിൽക്കാൻ തീരുമാനിച്ചു. 47 തൊട്ട് 56 വരെയുള്ള കാലങ്ങൾ മുഴുവനും തിരുവൊച്ചിയിൽ വിപ്ലവങ്ങളുടെ കാലമായിരുന്നു. ഒരു പക്ഷത്ത് ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ തിരുക്കൊച്ചി പട്ടാളവും മറുഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് വിമതരും. ഈ സമയം ഇന്ത്യയുടെ മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായ മലബാറിലും സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ശബ്ദമുയർന്നു. ഒടുവിൽ 1956 വിദേശ ശക്തികളായ സോവിയറ്റ് യൂണിയൻ പോലെയുള്ള രാജ്യങ്ങളുടെ സഹായത്തിൽ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ പ്രദേശങ്ങൾ ചേർന്ന് ഒരു രാജ്യം ഉണ്ടാവുകയാണ്. കേരളം ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായാൽ മാത്രമേ നമ്മൾ ഇന്ന് നിലവിൽ കാണുന്ന കേരളം ആയി സാമ്യമുള്ളൂ. രാജഭരണം ആണെങ്കിൽ തിരുവിതാംകൂർ, കൊച്ചി മാത്രം സ്വതന്ത്ര രാജ്യങ്ങൾ. ബാക്കി മലബാർ ഇന്ത്യയുടെ ഭാഗമായ മദ്രാസ് സംസ്ഥാനത്തിൻ്റെ കീഴിൽ. അതുകൊണ്ട് തന്നെ കേരളം ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാകാൻ 80% ഏറെ ചാൻസുകളുണ്ട്. 56 തന്നെ സോവിയറ്റ് യൂണിയൻ, ചൈന, വിയറ്റ്നാം, ക്യൂബ പോലെ കേരളം ഒരു യൂണിറ്ററി മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായി മാറുന്നു. 1956 പുതിയ ഭരണഘടന നിലവിൽ വരുന്നു. 1960 തൊട്ട് 80 വരെയുള്ള കാലങ്ങളിൽ കേരളത്തിലെ ആരോഗ്യവും വിദ്യാഭ്യാസ മേഖലയും തെക്കൻ ഏഷ്യയിൽ തന്നെ ഏറ്റവും മികച്ച നിലയിൽ. 75% മുകളിൽ സാക്ഷരത. HD ഏഷ്യൻ രാജ്യങ്ങളിൽ മികച്ചത്. കേരളത്തിലെ സാമ്പത്തികവും അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നു. ഈ സമയങ്ങളിൽ കേരളം ഇന്ത്യയുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നു. കാരണം സോവിയറ്റ് യൂണിയൻ നമ്മുടെ സഖ്യകക്ഷി, അതുപോലെ തന്നെ ഇന്ത്യയുടെ സുഹൃത്ത്. അപ്പോൾ തന്നെ കേരളം ഇന്ത്യയുമായി വളരെയധികം സൗഹൃദം പുലർത്തിയിരുന്നു. 80കളിൽ കൂടുതൽ ആളുകൾ കൃഷിയിൽ നിന്ന് മാറി വ്യവസായത്തിലേക്ക് വരുന്നു. ഇവിടെ ജോലി സാധ്യത അത്രമാത്രം ഇല്ലാത്തതിനാൽ ഒരുപാട് പേർ വിദേശത്തേക്ക് പോകാൻ തുടങ്ങി. ഏറ്റവും കൂടുതൽ ഗൾഫിലേക്കായിരുന്നു പലരും കുടിയേറ്റം നടത്തിയത്. 1985 കേരളം അരിയും പച്ചക്കറിക്കും വേണ്ടി ഇന്ത്യയെ ആശ്രയിക്കാൻ തുടങ്ങും. 87 തൊട്ട് കേരളത്തിന്റെ തൊഴിലില്ലായ്മ പതുക്കെ വർദ്ധിക്കാൻ തുടങ്ങി. ഒരു 4 വർഷം പിന്നിട്ട് 91 ഡിസംബർ 25 അർദ്ധരാത്രി സോവിയറ്റ് യൂണിയൻ തകർന്നു. ചിലപ്പോൾ അന്ന് തൊട്ടാകും കേരളത്തിന്റെ കഷ്ടകാലം ആരംഭിക്കുന്നത്. അതേ വർഷം തന്നെ ഇന്ത്യ LPG കൊണ്ടുവന്നു. 90കളുടെ തുടക്കത്തിൽ കേരളം കടുത്ത സാമ്പത്തിക നഷ്ടത്തിൽ പോകും. ഇന്ത്യയുമായി ബന്ധം ഉള്ളതിനാൽ കേരളത്തെ അവർ സാമ്പത്തികമായി സഹായിക്കുന്നു. 95 പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവ് സാമ്പത്തിക പരിഷ്കരണം കൊണ്ടുവരുന്നു. സോഷ്യലിസത്തിൽ നിന്ന് പതുക്കെ മുതലാളിത്തത്തിലേക്ക് നീങ്ങുവാൻ തീരുമാനിച്ചു. ആ വർഷം തന്നെ കേരളത്തിൽ ഉദാരവൽക്കരണം കൊണ്ടുവന്നു. 2000 കേരളത്തിൽ 53% കൂടുതൽ നിരീശ്വരവാദികൾ എങ്കിലും കാണും. 2002 കേരളം ഇന്ത്യ ഉൾപ്പെടെ മറ്റു രാജ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരുന്നു. 2007 കേരളം ടൂറിസം മേഖല വളർത്തി സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുന്നു. 2010 പുതിയ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ചൈനയുമായി ബന്ധം സ്ഥാപിക്കാൻ തുടങ്ങി.
2011 കേരളത്തിൽ ആഭ്യന്തര യുദ്ധം ഉണ്ടാകുന്നു. വിദേശ ശക്തികളുടെ ഇടപെടലോടുകൂടി ആ യുദ്ധം അവസാനിക്കുന്നു. 2015 കേരളത്തിൽ ഹൈപ്പർ ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പം രൂക്ഷമാകുന്നു. ഒരു ചായ വാങ്ങാൻ തന്നെ 180 രൂപ കൊടുക്കേണ്ട സ്ഥിതി വന്നു. 2018 ഇന്ത്യ, ചൈന ഉൾപ്പെടെ പല രാജ്യങ്ങളിൽ നിന്ന് കേരളം സഹായം ലഭിക്കുന്നു. 2020 കോവിഡ് കാരണം ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളും അടച്ചിടുന്നു. 2021 വീണ്ടും കേരളത്തിലൊരു ഹൈപ്പർ ഇൻഫ്ലേഷൻ കാണുന്നു. ഇതോടുകൂടി കേരളത്തിലെ ജനങ്ങൾ ഇന്ത്യയിലേക്ക് കൂട്ടമായി കുടിയേറ്റം നടത്താൻ ശ്രമിക്കുന്നു. 2022 ഇന്ത്യ ബോർഡറുകൾ അടച്ചിടുന്നു, ശക്തമായ നിയന്ത്രണം കൊണ്ടുവരുന്നു. 2024 കേരളം ചൈനയുടെ കടക്കണിയിൽ വീഴുന്നു. 2025 ഏഷ്യയിൽ അഫ്ഗാനിസ്ഥാൻ, തജിക്കിസ്ഥാൻ, നേപ്പാൾ കഴിഞ്ഞാൽ ഏറ്റവും പാവപ്പെട്ട രാജ്യമായി കേരളം മാറുന്നു. ഇതാണ് ഞാനും ദിഗംബരനും കൂടെ ഇരുന്നത് 1947 തൊട്ട് 2025 വരെയുള്ള കേരളത്തിന്റെ ചരിത്രം റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചത്. ഇനി നിങ്ങളുടെ അഭിപ്രായം കമന്റ് സെക്ഷനിലേക്ക് പറയുക. അതിനു മുമ്പ് തന്നെ കേരളം ഒരു രാജ്യമായിരുന്നെങ്കിൽ അതിന്റെ എസ്റ്റിമേറ്റഡ് കണക്കുകൾ ആണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്.